ഹായ് സ്റ്റുഡൻസ്, വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ മാർക്കറ്റിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെൻഡൽ ആർ സ്മിത്ത്. 1956 അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സിംപ്ലി ഇറ്റ് മീൻസ് ഡിവൈഡിങ് മാർക്കറ്റ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ്. സിമ്പിളായിട്ട് പറയുമ്പം മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പുകളാക്കുകയാണ്. ദ പ്രോസസ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഹാവിങ് ദി സിമിലർ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്. അങ്ങനെ നമ്മൾ ഗ്രൂപ്പുകളാക്കുമ്പം അത് എങ്ങനെയുള്ളതായിരിക്കും എന്ന് പറയുന്നത്, അതിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒരേ രീതിയിലുള്ള ആവശ്യങ്ങളും ക്യാരക്ടറിസ്റ്റിക്കും ആയിരിക്കും ഗ്രൂപ്പിംഗ് നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ഗ്രൂപ്പുകളാക്കുന്നത് ഒന്നുകിൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ, റേസ്, എഡ്യൂക്കേഷൻ, സെക്സ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് നടത്തുക. ഇനി അടുത്ത ടോപ്പിക്കിൽ മീനിങ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് സെഗ്മെൻറ്റ് ഈസ് എ മീനിങ്ഫുൾ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ഹാവിങ് എ സിമിലർ വാൺസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്. ഒരേ രീതിയിലുള്ള വാൺസും ക്യാരക്ടറിസ്റ്റിക്കും ഉള്ള ബയേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബയർ ഗ്രൂപ്പ് വിത്ത് എ സിമിലർ വാൺസ്, പർച്ചേസിംഗ് പവർ, ജിയോഗ്രഫിക് ലൊക്കേഷൻ ഓർ ബൈയിങ് ഹാബിറ്റ്. മാർക്കറ്റ് സെഗ്മെൻറ്റ് ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റത്തെ ഒരു ഡയഗ്രം സൂചിപ്പിക്കുന്നത് ഓൾ മാർക്കറ്റിനെയാണ്. സെഗ്മെൻറ്റേഷന് മുന്നേ ഉള്ള ടോട്ടൽ മാർക്കറ്റിൻ്റെ ഡയഗ്രമാണ് ആദ്യത്തെ പിക്ചറിൽ കാണുന്നത്. രണ്ടാമത് നമ്മൾ സെഗ്മെൻറ്റുകളാക്കിയിട്ട് തിരിച്ച്, ഇവിടെ മൊത്തമായിട്ട് 4 സെഗ്മെൻറ്റുകളാക്കിയിട്ടാണ് തിരിച്ചത് മാർക്കറ്റിനെ. സെഗ്മെൻറ്റ് 1, സെഗ്മെൻറ്റ് 2, സെഗ്മെൻറ്റ് 3, സെഗ്മെൻറ്റ് 4, അങ്ങനെ 4 സെഗ്മെൻറ്റുകളാക്കിയിട്ടാണ് തിരിച്ചത്. അതൊന്നുകിൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏജ്, കാസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സെഗ്മെൻറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാവുക. ഇനി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ പ്രക്രിയകളാണ് മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റേഷനിൽ വരിക എന്നുള്ളതാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി ഓർ ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമ്മൾ മൊത്തത്തിൽ അതിനൊരു തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തീരുമാനിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി സെഗ്മെൻറ്റേഷൻ പ്രോസസ് എസ്റ്റാബ്ലിഷ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ്, ഡിസൈഡ് ദി ബേസ് ഫോർ സെഗ്മെൻറ്റിംഗ് മാർക്കറ്റ്. മാർക്കറ്റ് സെഗ്മെൻറ്റിൻ്റെ ആ ഒരു ബേസ് എന്താണെന്നുള്ളത് തീരുമാനിക്കുക. നമ്മൾ സെഗ്മെൻറ്റേഷൻ നടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഏതിൻ്റെ ബേസിലാണ് നമ്മൾ സെഗ്മെൻറ്റുകളാക്കി തിരിക്കേണ്ടത് എന്ന് തീരുമാനം എടുക്കുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിലെ ഡിസൈഡ് ദി ബേസ് എന്ന് പറഞ്ഞാൽ. അതിൽ സെവറൽ മെത്തേഡുകളുണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റുകളാക്കി തിരിക്കുന്നതിന്. പ്രധാനമായിട്ടും മാർക്കറ്ററാണ് ഈ കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഡെമോഗ്രഫിക് രീതിയിൽ അല്ലെങ്കിൽ സൈക്കോഗ്രഫിക് രീതിയിൽ ഏതാണെന്നുള്ളത് ഇവിടെ മാർക്കറ്റർ ഡിസൈഡ് ചെയ്യാണ്. അതിനുശേഷം സെലക്ട് ദി സെഗ്മെൻറ്റേഷൻ വാരിയബിൾ. നമ്മൾ സെലക്ട് ചെയ്ത സെഗ്മെൻറ്റേഷൻ വാരിയബിൾ ഏതാണെന്നുള്ളത് അതിൽ നിന്നും ഒരു സെഗ്മെൻറ്റേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യണം, അല്ലേ? അതാണ് അടുത്ത പ്രോസസ്സിൽ വരുന്നത്, സെലക്ട് ചെയ്യാൻ. ഡിസൈഡിങ് നടന്നതിന് ശേഷം സെലക്ഷനാണ്. ദ ഫേം ഹാസ് ടു സെലക്ട് എ സെഗ്മെൻറ്റേഷൻ വാരിയബിൾ. ഇവിടെ എക്സാമ്പിൾ പറയണത് ഡെമോഗ്രാഫിക് രീതിയിലാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സെലക്ട് ചെയ്യുക സെഗ്മെൻറ്റുകൾ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊഫൈൽ ദി സെഗ്മെൻറ്റ്. നമ്മൾ അതിൻ്റെ സെഗ്മെൻറ്റിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിംഗ് മാനേജർ അനലൈസ് ദി സെഗ്മെൻറ്റ് ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദി ടിപ്പിക്കൽ കസ്റ്റമേഴ്സ് ഇൻ ഈച്ച് സെഗ്മെൻറ്റ് ലുക്ക് ലൈക്ക്. ഓരോ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിനെ ഇവർ നോക്കുകയാണ് മാർക്കറ്റിംഗ് മാനേജർ. അവർ അനലൈസ് ചെയ്യുക.
Through such analysis, marketing manager obtain detailed buyer profile information for each segment. ഓരോ സെഗ്മെൻറ്റിൽ നിന്നും ബയേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവർ സെലക്ട് ചെയ്യും. അങ്ങനെ അവർക്ക് കിട്ടുന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് നമ്മൾ പ്രൊഫൈൽ ദി സെഗ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ്. നമ്മൾ ഏത് സെഗ്മെൻറ്റാണ് അട്രാക്റ്റീവ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. 5th സ്റ്റെപ്പാണ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സിലെ. ഇറ്റ് ഇൻവോൾവ് ഇവാലുവേറ്റിംഗ് ദി അട്രാക്റ്റീവ്നെസ് ഓഫ് ദി വാരിയസ് സെഗ്മെൻറ്റ്. ദിസ് ഈസ് ഡൺ ബൈ എസ്റ്റിമേറ്റിംഗ് ദി പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ഈച്ച് സെഗ്മെൻറ്റ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, ഓരോ സെഗ്മെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡിമാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിമാൻഡ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ്സുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇൻഫർമേഷൻ ശേഖരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കണ്ടെത്തുകയാണ്, സെഗ്മെൻറ്റ് ഏതാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് മാനേജർ എസ്റ്റിമേറ്റ് ലൈക്ലി മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഫോർ എൻറ്ററിങ് ഇൻ ടു ഈച്ച് ദിസ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റിൽ നിന്നും നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, ഏതാണ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സെഗ്മെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. മാർക്കറ്റിംഗ് മാനേജറാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷം സെലക്ട് ദി സെഗ്മെൻറ്റ്, മാർക്കറ്റ് സെഗ്മെൻറ്റ് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്യും. ഓൾറെഡി സ്റ്റേറ്റഡ് മാർക്കറ്റ് കനോട്ട് സർവൈവ് ഓൾ സെഗ്മെൻറ്റ് ഈവൺ ഇഫ് ദി സെഗ്മെൻറ്റ് ആർ പ്രോഫിറ്റബിൾ. നമ്മളെ എല്ലാ സെഗ്മെൻറ്റുകളും പ്രോഫിറ്റബിൾ ആവണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. നോർമലി എ ഫേം സെലക്ട് ഓൺലി മോസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ് വെർ ഇറ്റ് ക്യാൻ ബി സെർവ് മോർ ഇഫക്റ്റീവ്ലി. നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഏതാണോ അതാണ് ഒരു ഫേം സെലക്ട് ചെയ്യുക. അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും. അങ്ങനെ നടത്തുന്ന ഒരു പ്രോസസ്സിനെ, മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെലക്ട് ഓൺലി മോസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ് വേർ ഇറ്റ് ക്യാൻ സെർവ് മോർ ഇഫക്റ്റീവ്ലി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. മാർക്കറ്റ് ടാർഗറ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സിൽ പറയുന്നത്. ഇനി ക്രൈറ്റീരിയ, നമ്മൾ ഏത് ക്രൈറ്റീരിയയിലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഹോമോജിനിറ്റി നോക്കണം. കസ്റ്റമേഴ്സ് വിത്ത് എ സെഗ്മെൻറ്റ് ഇറ്റ് ഷുഡ് ബി സിമിലർ ആസ് പോസിബിൾ ഇൻ ടേംസ് ഓഫ് ദെയർ റെസ്പോൺസ് ടു മാർക്കറ്റ് മിക്സിംഗ് എലമെൻറ്റ്സ്. മാർക്കറ്റ് മിക്സിംഗ് എലമെൻറ്റ്സിൻ്റെ അവരുടെ പ്രതികരണം നോക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള റെസ്പോൺസ് ആയിരിക്കണം എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതിൻ്റെ ഒരുമ, ഹോമോജിനിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. രണ്ടാമത് മെഷറബിലിറ്റി, സൈസ്, പർച്ചേസിങ് പവർ, ക്യാരക്ടറിസ്റ്റിക്. ഒരു സെഗ്മെൻറ്റിൻ്റെ ഈ 3 കാര്യങ്ങളും മെഷറബിൾ ആയിരിക്കണം. കസ്റ്റമേഴ്സ് പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ്. അതിൽ ഇതിൻ്റെ സൈസ് എത്രയാണ്, പർച്ചേസിങ് പവർ എത്രയാണ്, ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. തേർഡ് പോയിൻ്റ് സബ്സ്റ്റാൻഷ്യബിലിറ്റിയാണ്. ലാർജ് ഇനഫ് ടു ജനറേറ്റ് സെയിൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റ്. ഒരു സെഗ്മെൻ്റ് ആണെങ്കിൽ ആ സെഗ്മെൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം, ലാർജ് ആയിരിക്കണം, വലിയ സെഗ്മെൻ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സെഗ്മെൻറ്റിലൂടെ മാത്രമാണ് സെയിൽസ് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെൻറ്റിൽ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പീപ്പിൾസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ആ ഒരു നമ്പേഴ്സിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കണം, സാധാരണ ലാർജ് ആയിരിക്കണം. അതാണ് സബ്സ്റ്റാൻഷ്യബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആക്സസിബിലിറ്റിയാണ്. സെഗ്മെൻറ്റ് ചൂസൺ ഇറ്റ് മസ്റ്റ് ബി ആക്സസിബിൾ ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതിക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്താനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന സെഗ്മെൻ്റ് ആയിരിക്കണം. മാർക്കറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റീച്ച് ദി മാർക്കറ്റ് സെഗ്മെൻറ്റ് ലോവർ കോസ്റ്റ്. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ആ മാർക്കറ്റ് സെഗ്മെൻറ്റ് ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഒരു സെഗ്മെൻ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി പ്രോഫിറ്റബിലിറ്റിയാണ്. പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ളത് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സഫിഷ്യൻറ്റ് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. റെസ്പോൺസീവ്നെസ്, പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കണം. ഫേം ഓഫർ ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന് വളർച്ച ഉണ്ടായിരിക്കണം. സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്, ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള സെഗ്മെൻറ്റുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത്രയാണ് ക്രൈറ്റീരിയയിൽ പറയുന്നത്. ഹോമോജീനിറ്റി, മെഷറബിലിറ്റി, സബ്സ്റ്റാൻഷ്യബിലിറ്റി, ആക്സസിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, റെസ്പോൺസീവ്നെസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഇനി ലാസ്റ്റ് നീഡ് ഫോർ സെഗ്മെൻറ്റേഷൻ. എന്താണ് ഈ സെഗ്മെൻറ്റേഷൻ്റെ ആവശ്യം എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിൻറ്റ്, ഡിഫറെൻറ്റ് പീപ്പിൾ പ്രിഫർ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്, ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ വ്യത്യസ്ത കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ യൂസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അവരുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെഗ്മെൻറ്റേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്യാനും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ച് ടാർഗറ്റ് ഗ്രൂപ്പുകൾ പ്ലാൻ ചെയ്യുക. തേർഡ് പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ഡെവലപ്പ് പ്രൈസിങ് സ്ട്രാറ്റജി. ഒരു വിപണന തന്ത്രം, പ്രൈസിങ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില തന്ത്രം ഫിക്സ് ചെയ്യുക. എത്രയാണ് ഒരു പ്രൊഡക്റ്റിന് വില നിശ്ചയിക്കേണ്ടത് അത് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിലും എന്താവശ്യമാണ്? സെഗ്മെൻറ്റേഷൻ. പിന്നെ പറയുന്നത് വിവിധ രീതിയിലുള്ള പ്രൊമോഷണൽ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ, ഫിസിക്കലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ അറേഞ്ച് ചെയ്യാനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാക്കിംഗ് നടത്താനും ബ്രാൻഡ് അംബാസിഡേഴ്സിനെ സെലക്ട് ചെയ്യാനും അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ അത്യാവശ്യമാണ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ്. ഇത്രയാണ് നീഡ് ഫോർ സെഗ്മെൻറ്റേഷൻ എന്നതിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.